അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഷീർ സലഫി കുറെ കവിത ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിത മുകളിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം താഴെ ഈ ഒരു ഹദീസും ചേർത്ത് സഹീഹുൽ ബുഖാരി എന്ന് താഴെ കാണാം. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊന്നും അറിയില്ല. ആ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ റിവായത്ത് എന്നുള്ളത് ഇബ്നു ഹിഷാമിന്റെ സീറത്തുൻ നബവിയിലാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സീറ എന്നുള്ളത് അതിൽ ലൈഫ് ഉണ്ട്, സ്വഹീഹ് ഉണ്ട്, അതുപോലെ തന്നെ മൗദൂ ഉണ്ട്, ഇസ്രായേലത്ത് വരെ ഉണ്ട്. അത് പൂർണ്ണമായും അഖീദയ്ക്ക് പുറമെ ദലീലായിട്ട് ഒരു ഫിഖിന്റെ കാര്യത്തിൽ പോലും ദലീലായിട്ട് സീറയെ നമുക്ക് അവലംബിക്കാൻ പറ്റൂല. ഇത് സലഫികളെ ഇത്തിഫാക്കുള്ള വിഷയമാണ് നമ്മളെ സലഫികളുടെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അഖീദയുടെ വിഷയത്തിൽ ഇത്തരം സീറയിൽ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളത് ലോകത്താരും ചെയ്തിട്ടില്ല ഇന്നവരെ. ആളെ ചെയ്യുന്നുള്ളത് ഖുറാഫികളാണ്, അതുപോലെ തന്നെ തബ്ലീഗുകാരാണ്. അവരൊക്കെയാണ് അവരുടെ കെട്ടുകഥകൾക്കൊക്കെ സീറയിൽ നിന്ന് ഉദ്ധരിക്കാറുള്ളത്. പിന്നെ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഹദീസ് സഹീഹ് ബുഖാരിയിൽ അത് എന്തിനാ ഇങ്ങനെ കൊടുത്തെന്ന് അറിയില്ല. ഇനി മുകളിലുള്ള കവിതയുടെ ബാക്കിയാണ് ഈ ഹദീസിന്റെ ഭാഗം എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണോ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം സഹീഹ് ബുഖാരിയിൽ കൊടുത്ത് ഇവിടെ ഹദീസ് കൊടുത്തിട്ടുള്ള ലൗകാനൽ മുത്തഅമു ഇബ്നു അദി ഹയ്യൻ എന്ന് പറയുന്ന മുത്തഅമു ഇബ്നു അദി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട്, അദ്ദേഹത്തിന്റെ ശുപാർശ കൊണ്ട് ഞാൻ ഈ തടവുകാരെ ഞാൻ വിട്ടയക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബദറിൽ പിടിച്ചെടുത്ത തടവുകാരെ മുശ്രിക്കുകൾ. കാരണം അതിനു മുമ്പ് മുത്തഅമു ഇബ്നു അദി കാഫിറായി മരിച്ചിട്ടുണ്ട്. അയാള് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു വലിയൊരു ത്വായിഫിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്, ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു ഉപകാരമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപകാരത്തിന് പകരമായിട്ട് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരം ചെയ്യും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മാത്രമാണ് ഇയാളെ കയ്യിലുള്ളത്. ഇതിന്റെ കൂടെ ഇയാൾ എന്തിനാണ് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിത കൊണ്ടുവരുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയാൾ കൊണ്ടുവരുന്നത് ഇയാളുടെ കവിതക്ക് ദലീലിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഹദീസിൽ ഇയാൾക്ക് ദലീലില്ല കവിതക്ക്. കാരണം ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതായത് ഒരു മുസ്ലിമായിട്ട് ആരായിട്ട് നമുക്കൊരു ഉപകാരം ചെയ്ത് അങ്ങോട്ടും ഉപകാരം ചെയ്യാം. അത് നമ്മളിവിടെ തർക്കമുള്ള വിഷയമല്ല. തർക്കമുള്ള വിഷയം കവിതയാണ്. അതുകൊണ്ടാണ് അയാൾ ഇബ്നു ഹിഷാമിന്റെ താരീഖിൽ നിന്ന്, സീറയിൽ നിന്ന് ആ കവിത കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ കവിതയായിട്ട് അതിനൊരു സോഴ്സും ഇല്ല. അതിന്റെ എവിടെ നിന്നാണ് ഇയാൾക്ക് കവിത കിട്ടിയത് എന്നുള്ളത് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ അതിന് സോഴ്സ് ഇല്ല. ഇനി നിങ്ങൾ അത് കവിത തെളിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ത്വലഉൽ ബദ്റുൻ നിങ്ങൾക്ക് ദലീലായിരിക്കണം. അത് അംഗീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ സാധു തടാകം വെട്ടുവരേണ്ടതും, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ കൂപ്പകൂട്ടി വീണതും അതൊക്കെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ പല കഥകളും കെട്ടുകഥകളൊക്കെ നിങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ പറയേണ്ട ഗതികേടുണ്ടാവും. അതുകൊണ്ട് ബഷീർ സലഫി നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കാം, നിങ്ങൾ കവിത പിൻവലിക്കാം, നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോവാം. നിങ്ങളെ കൂടെ കുറെ ജാഹിലുകളായ ആളുകളുണ്ട്, ഒന്നും അറിയാത്ത ഈ വിഷയമൊന്നും പുറത്തെ പഠിക്കാതെ വെറുതെ ഇങ്ങനെ കൂടെ കൂടുന്ന ആളുകളുണ്ട്. അവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പില്ല. ദയവായിട്ട് സലഫിയത്തിന്റെ യഥാർത്ഥ മാർഗം അതിലേക്ക് മുന്നിട്ട് നിങ്ങൾ വരണം. എന്നിട്ട് ഇവിടെ മുർജിയാക്കൾക്കെതിരെ ദാവത്തിന് നമ്മൾ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അതിനാണ് നമ്മളിപ്പോ ചെയ്യേണ്ട